ചില ഓർമ്മകളില്ലേ, ആ ഓർമ്മകൾ പോലും നമ്മളെ പേടിപ്പെടുത്തും ചിലപ്പോഴൊക്കെ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില ഇന്നലെകളുണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. 15 കൊല്ലം മുൻപ് വിറ്റ് പടിയിറങ്ങിയ എൻ്റെ വീട്ടിലേക്ക് പിന്നീടൊരിക്കൽ കൂടി പോകാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഏറെ പേടിയോടെ ഞാൻ അവിടെ പിന്നീട് പോയത് വീട് വിറ്റ് മറ്റൊരിടത്തേക്ക് കൂടുമാറി 17 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കാരണം ഞാൻ പിച്ച വെച്ച് നടന്നതും കാല് തെറ്റി വീണതും ആ വീടിൻ്റെ മുറ്റത്തായിരുന്നു. ഈ വീടിൻ്റെ ഒതുക്കു കൽപ്പടവുകൾ ഇറങ്ങിയാണ് ഞാൻ ആദ്യമായി പള്ളിക്കൂടത്തിലേക്ക് പോയത്. എൻ്റെ ജീവിതത്തിലെ 27 കൊല്ലങ്ങൾ ഈ വീടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇവിടെ എത്തുമ്പോൾ അമ്മയുടെ ഓർമ്മകളിൽ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന്, എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ നേരത്താണ് 17 കൊല്ലങ്ങൾക്കപ്പുറം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴത്തെ വീട്ടുടമസ്ഥൻ എവിടെയോ പോയിട്ടുണ്ടായിരിക്കണം. പണ്ട് മൺകട്ടകളുടെ ചുമരുകളുള്ള ഓലമേഞ്ഞൊരു വീടായിരുന്നു ഇത്. എനിക്ക് 1 1.5 വയസ്സുള്ളപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തിൽ പാതിരാവോളം മൺകട്ടകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് അമ്മ പറഞ്ഞ് പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളും സഹായത്തിനില്ലാതെ കൂട്ടിന് ചിമ്മിനി വിളക്കും കത്തിച്ചു വെച്ചുകൊണ്ട് അമ്മ മാത്രമുണ്ടാകും. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അച്ഛൻ സൗദി അറേബ്യയിൽ ജോലി തേടിപ്പോയത്. പിന്നീടൊരിക്കൽ അവധിക്ക് വന്നപ്പോഴാണ് പഴയ പോർട്ടിക്കോവിനോട് ചേർന്ന് ഒരു മുറി കെട്ടിയതും അതിൽ ആസ്പെറ്റോസ് ഷീറ്റിട്ടതും ഓല മാറ്റി ഓടുമേഞ്ഞതും, കൂടാതെ ചുമരുകളിലും തറയിലും സിമൻറ്റ് തേക്കുകയും ചെയ്തു. 2005 ഈ വീട് വിറ്റ് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്നത്. ആ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ചത് എന്താണ് എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അമ്മ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയായിരിക്കും. അതോ അയലത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ? ഇവിടെ എവിടെയോ അമ്മയുണ്ട്. അമ്മ എന്ന് ഉറക്കെ വിളിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് മനസ്സ് വിലക്കി. വിളിക്കണ്ട, വിളിച്ചാലും അമ്മ വിളി കേൾക്കില്ല, വരികയുമില്ല. കാരണം അമ്മ പോയല്ലോ. കുറേ നേരം ആ മുറ്റത്ത് കൂടി വെറുതെ നടന്നു. മുൻവാതിലിൻ്റെ മുന്നിലെ പടിയിലിരുന്നു. അടുക്കളപ്പുറത്തെ കിണറ്റിൻകരയിൽ പോയി കിണറ്റിലേക്ക് വെറുതെ എത്തി നോക്കി. പഴയ എൻ്റെ മുറിയുടെ ജനാലയ്ക്കെടുത്തു ചെന്ന് ഇത്തിരി നേരം നിന്നു. ഇന്നത്തെ പോലെ അയൽപക്കത്തെ വീട്ടിൽ പോകുന്നതിനോ വീടിൻ്റെ അതിരുകളിൽ നിന്ന് അയൽക്കാരോട് വർത്തമാനം പറയുന്നതിനോ അന്ന് നാണക്കേടൊന്നുമില്ലായിരുന്നു. ഇത്തിരി വാളൻ പുളിയോ 5-6 വറ്റൽ മുളകോ വായ്പ വാങ്ങിക്കാൻ ആർക്കും ഒരു ദുരഭിമാനം ഇല്ലാത്തൊരു കാലമായിരുന്നു അക്കാലം. അയലത്തുള്ളവരിൽ പലരും ഇനി ഒരിക്കൽ കൂടി മടങ്ങി വരാത്തിടത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. എൻ്റെ അമ്മയെപ്പോലെ 21 കൊല്ലങ്ങൾക്ക് മുൻപ് അനിയത്തിയുടെ കല്യാണത്തിന് ചുമരുകളിൽ ചായം പൂശി മോടി പിടിപ്പിച്ച വീടിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. എവിടുന്നോ കിട്ടി ഞാൻ മുൻ ജനാലയുടെ ചില്ലിൽ ഒട്ടിച്ചു വെച്ച LICയുടെ സ്റ്റിക്കർ പോലും ഇപ്പോഴും അതേപോലെയുണ്ട്. വീടാകെ ജീർണിച്ചു പോയിരിക്കുന്നു. ഒരു ചെടി പോലെയാണ് നമ്മളെല്ലാവരുടെയും ജീവിതം. ഒരിടത്തു നിന്ന് മറ്റിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെടും. അവിടെ നമുക്ക് വേരുകളുണ്ടാവും, പുതിയ ഇലകളും പൂക്കളും ഉണ്ടാകും. ആ ചെടിയുടെ വിത്തുകളിൽ നിന്ന് പുതിയ ചെടികളും ഉണ്ടാകും. ചിലപ്പോഴെങ്കിലും ആ ചെടി കരിഞ്ഞുണങ്ങിപ്പോയെന്നുമിരിക്കും. എങ്കിലും അതിജീവിക്കാനുള്ള ആശയിൽ ആ ചെടി വെയിലത്ത് വാടാതിരിക്കാനും പുഷ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ വീടിനുള്ളിലെ മുറികളിലൂടെ ഒരിക്കൽ കൂടി കയറി ഇറങ്ങി നടക്കണം എന്ന മോഹം പിന്നീടൊരിക്കലേക്ക് മാറ്റിവെച്ച് പിന്തിരിഞ്ഞു നടക്കുമ്പോൾ എവിടെയോ നിന്ന് അമ്മ വിളിച്ചു പറയുന്നത് കേട്ടു. മോനെ, ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങ് വന്നേക്കണേ. പിന്നെ തിരിഞ്ഞു നോക്കാൻ ധൈര്യം വന്നില്ല. ഇടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. അമ്മയ്ക്കും അച്ഛനും പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അമ്മയും അച്ഛനുമുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും കഴിവതും അവരെ വേദനിപ്പിക്കരുത്. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഒരുപക്ഷെ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ വാക്കുകൾ കൊണ്ടുപോലും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ലോകത്ത് മറ്റെന്തും നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും.